പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിലേക്ക്. ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച ഇറാന്റെ ചരക്കു കപ്പൽ അമേരിക്കൻ സൈന്യം ആക്രമിച്ചതോടെയാണ് ഈ മേഖലയിൽ സംഘർഷ സാഹചര്യം മൂർച്ഛിച്ചിരിക്കുന്നത്. വെടിനിർത്തൽ കരാർ ലംഘിച്ച അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇറാൻ. തങ്ങൾ യുദ്ധത്തിന് സജ്ജമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലൂടെ നീങ്ങിയ ഇറാന്റെ ചരക്കു കപ്പലിന്റെ എൻജിൻ റൂം തകർത്ത US സൈന്യം കപ്പൽ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള US ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തങ്ങളുടെ കർശന നിയന്ത്രണത്തിലാണെന്ന് ഇറാൻ അറിയിക്കുകയും ചെയ്തു. കടലിടുക്ക് തുറന്നു കൊടുത്തതായി നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും അത് പിൻവലിച്ചതായും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരവധി കപ്പലുകൾ തിരിച്ചയച്ചതായും അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം ഹോർമൂസ് ജലപാതയിലൂടെ കടന്നുപോയ ഇന്ത്യൻ കപ്പലുകൾക്കു നേരെ വെടിവെപ്പും പ്രൊജക്ടൈൽ ആക്രമണവും ഉണ്ടായതായി സമുദ്ര സുരക്ഷാ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത് സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ലബനനിലെ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട പോരാട്ടത്തിൽ വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇരുപക്ഷത്തു നിന്നും ആക്രമണങ്ങളും മുന്നറിയിപ്പുകളും തുടരുന്നുണ്ട്. രണ്ടാം ഘട്ട ചർച്ചകളിൽ ഇറാൻ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും അത് സ്ഥിരീകരിക്കാനോ തള്ളിക്കളയാനോ കഴിയില്ലെന്നും ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചിയും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാദാറും ഫോണിലൂടെ US ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ചു. പ്രാദേശികവും അന്തർദേശീയവുമായ പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ചും ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും ഇരു നേതാക്കളും കാഴ്ചപ്പാടുകൾ പങ്കുവച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇറാൻ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുകയാണ്. ഇതിനായി ഇറാൻ പാർലമെന്റ് പ്രത്യേക ബിൽ തയ്യാറാക്കി എന്നാണ് സൂചന. പുതിയ നിയമം നടപ്പിലായാൽ ഇസ്രായേൽ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള പ്രവേശനം പൂർണ്ണമായും തന്നെ നിരോധിക്കും. ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് കടലിടുക്ക് കടക്കാൻ ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ പ്രത്യേക അനുമതി നിർബന്ധമാക്കും. ഇറാനെ ആക്രമിച്ച രാജ്യങ്ങളിൽ നിന്ന് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുന്നതുവരെ അവരുടെ കപ്പലുകൾ കടത്തിവിടില്ല. എന്തായാലും JD വാൻസ് തന്നെ US സംഘത്തെ നയിക്കുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. US പ്രതിനിധി സംഘത്തിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും UN അംബാസിഡറെ ഉദ്ധരിച്ച് ABC ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം JD വാൻസ് തന്നെയാകും അമേരിക്കൻ സംഘത്തെ നയിക്കുക. US പ്രതിനിധികൾ ഇസ്ലാമാബാദിലേക്ക് പുറപ്പെട്ടതായും തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ അവർ അവിടെ എത്തുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എന്തായാലും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരാൻ ഇറാനും അമേരിക്കയ്ക്കും താൽപ്പര്യമുണ്ടെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി പറഞ്ഞു. ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായി എങ്കിലും ചില കാര്യങ്ങളിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് തുർക്കി വ്യക്തമാക്കുകയും ചെയ്തു. ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണത്തിനെതിരെ സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു.